ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുക നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ ക്ലോസറ്റ് അതുപോലെ തന്നെ കുളിക്കുന്ന ഏരിയ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ വാഷ് ബേസിൻ കാര്യങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട്. അതായത് ഒരു ബാത്റൂം ഫുള്ളായിട്ട് വരുന്ന ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന മെയിൻ ഏരിയയാണ് വാഷ് ബേസിൻ്റെ ഏരിയ. അപ്പോൾ വാഷ് ബേസിൻ്റെ ഏരിയ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഇഞ്ചിൻ്റെ വാഷ് ബേസിൻ വെക്കണം, അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ സെറയുടെ 20 ഇഞ്ച് വരുന്ന വാഷ് ബേസിൻ വിത്ത് പെഡസ്റ്റലാണ്, ഹാഫ് പെഡസ്റ്റലാണ് വരുന്നത്. ഇതിന് MRP നിങ്ങൾ കണ്ട പോലെ തന്നെ വരുന്നത് 2040 MRP കൊടുത്തിരിക്കുന്നത്. അതായത് വാഷ് ബേസിന് മാത്രം 2040 MRP വരുന്നുണ്ട്. അത് ഈ മോഡലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഹാഫ് പെഡസ്റ്റൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ വാഷ് ബേസിൻ ഇത് അതിൻ്റെ ഹാഫ് പെഡസ്റ്റലാണ് ഇത് വരുന്നത്. അപ്പോൾ ഹാഫ് പെഡസ്റ്റലും വാഷ് ബേസിനും സെപ്പറേറ്റ് എമൗണ്ടുകളാണ് വരുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. കണ്ട 1300 സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതായത് നമ്മുടെ കേരളത്തിലുള്ള സെയിൽ വരുന്നതിൻ്റെ റേറ്റ് വരുന്നത് 1300 സംതിങ് ആണ് അതിൻ്റെ പെഡസ്റ്റലിന് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ടും കൂടി വരുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് ഈ എമൗണ്ടും പിടികിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതായത് 20 ഇഞ്ചിൻ്റെ വാഷ് ബേസിൻ നമ്മൾ ഹാഫ് പെഡസ്റ്റൽ വിത്ത് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ടോപ്പ് ഹൈറ്റ് 34 ഇഞ്ചാണ് നമ്മൾ സാധാരണ വയ്ക്കുന്നത്. അതായത് ഫ്ലോർ ലെവലിൽ നിന്ന് നമുക്ക് അതിൻ്റെ ടോപ്പ് കിട്ടേണ്ടത് 34 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 34 ഇഞ്ച് നമ്മൾ ടോപ്പ് വയ്ക്കുമ്പോൾ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഹാഫ് പെഡസ്റ്റൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹാഫ് പെഡസ്റ്റലിൻ്റെ ഫുള്ളായിട്ട് അതായത് പൈപ്പിലേക്ക് വരുന്ന കണക്ഷൻസ്, വേസ്റ്റ് ലൈൻ, ഇതെല്ലാം ഫുൾ കവർ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ വേസ്റ്റ് ലൈൻ ഫ്ലോർ ലെവലിൽ നിന്ന് ഏകദേശം 23 ഇഞ്ച് എങ്കിലും പൊക്കി നമ്മൾ ക്ലിയർ ചെയ്തിട്ടിരിക്കണം. 23 ഇഞ്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വാഷ് ബേസിൻ്റെ അകത്ത് ഹാഫ് പെഡസ്റ്റൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വെക്കാനും സാധിക്കും. 34 ഇഞ്ച് നമുക്ക് ടോപ്പ് ഫിനിഷിങ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനും സാധിക്കും. പിന്നെ നിങ്ങളിത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, വളരെ നീറ്റാണ്. അതായത് സെറയുടെ വാഷ് ബേസിനാണ് വന്നിരിക്കുന്നത്. ഒരുപാട് അതായത് അതിൻ്റെ താഴെ നമ്മൾ സാധാരണ രീതിയിൽ വാഷ് ബേസിനും വിത്ത് ഹാഫ് പെഡസ്റ്റൽ വെക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കൂടുതൽ കാണിക്കാറുണ്ട്. പക്ഷേ ഇത് നീറ്റായിരിക്കും, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഹാഫ് പെഡസ്റ്റൽ നമ്മൾ പിടിപ്പിക്കുന്നത് നമ്മളെല്ലാ വാഷ് ബേസിൻ കാര്യങ്ങളെല്ലാം ലെവലിൽ പിടിപ്പിച്ചതിന് ശേഷം താഴെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് സെപ്പറേറ്റ് സ്ക്രൂമിയാണ് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് സ്ക്രൂവിൽ വരുന്നത് 2 ഇഞ്ച് സ്ക്രൂ അല്ലെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് സ്ക്രൂ വാങ്ങിക്കാൻ കിട്ടും, അതിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ടാപ്പ് കൊടുത്തിരിക്കുന്നത്. ടാപ്പ് നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ബേസൻ ടാപ്പ് ഏത് വേണമെങ്കിലും മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. പല മോഡൽ അവൈലബിൾ ആണ്. സെറയുടെ ഉണ്ട്, ജാഗോറിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ എൽബീസ്, അത് പല മോഡലുകൾ, ഒരുപാട് മോഡലുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു ക്യൂട്ട് എന്ന രീതിയിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ഒതുങ്ങി, അതായത് വാഷ് ബേസിൻ ഒരു ഒതുങ്ങി നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരെ മുകളിലായിട്ട് നമ്മൾ അതിൻ്റെ മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. മിറർ ലാമ്പ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നല്ലൊരു മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് നമ്മളൊരു വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് ഒരു സ്വിച്ച് പ്ലഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പ്ലഗുകൾ, ഹീറ്റർ, എക്സോസ്റ്റ്, മിറർ ലാമ്പ്, പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വിച്ച് പ്ലഗ്, എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.